നമസ്കാരം. ഇറാൻ അമേരിക്കയെ ചുട്ടരിക്കുന്നു. ട്രംപിനെ കൊല്ലാനും മടിക്കില്ല ഇറാനികൾ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇറാനും ഈ അമേരിക്കയും ഇപ്പോൾ ഇതാ പൊട്ടിക്കാൻ പോകുന്നു, പൊട്ടിക്കാൻ പോകുന്നു എന്നൊക്കെ പറയുന്ന നിലയിലൊക്കെ മിഡിൽ ഈസ്റ്റിനെ വളരെ വലിയ ആശങ്കയിൽ ആഴ്ത്തിക്കൊണ്ട് യുദ്ധത്തിന്റെ സാധ്യതകൾ തുറന്നിട്ടുകൊണ്ട് അത് കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക. ഇവിടെ അമേരിക്ക സ്വീകരിക്കുന്ന മാർഗത്തെ, അതായത് ഇറാനികൾ കീഴടങ്ങുക എന്നുള്ളതാണ് അമേരിക്കയുടെ ആവശ്യം എന്ന് പറയുന്നത്. ഇറാനികൾ കീഴടങ്ങില്ല എന്ത് ചെയ്യും? ഈ നിക്കോളസ് മഡൂറയെ പൊക്കിയതുപോലെ ആയത്തുള്ള ഖമേനിയെ തടവിലാക്കാമെന്ന് ശ്രമിക്കുന്ന ട്രംപ് ഒരു കാര്യം മനസ്സിലാക്കുക: ആയത്തുള്ള ഖമേനിയെ നിങ്ങൾക്ക് കിട്ടില്ല. ഇത് വെനിസ്വലയല്ല, ഇത് ഇറാനാണ്. ഇത് വെനിസ്വലക്കാരല്ല, ഇത് ഇറാനികളാണ്. ഇറാൻ വിന്യസിച്ചിരിക്കുന്ന ഏകദേശം 1000-ഓളം വരുന്ന സ്ട്രാറ്റജിക് ഡ്രോണുകളാണ്. അവർക്കെതിരെ ഒരു ചെറു വിരൽ അനക്കിയാൽ US ബസുകളെയും വിമാനവാഹിനി കപ്പലുകളെയും മുച്ചൂടും തകർക്കും. ഇത് ഇറാന്റെ ഭീഷണിയാണ്. ഇറാൻ മറ്റൊന്നും പറയില്ല, അമേരിക്കയെ ചുട്ടരിച്ചിരിക്കും എന്നുള്ളതാണ്. ട്രംപിനെ കൊല്ലാൻ പോലും മടിക്കില്ല ഇറാൻ സൈന്യം എന്നതാണ്. ഇറാനികൾ വളരെയധികം കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് ഡൊണാൾഡ് ട്രംപിനെയാണ്. അപ്പോൾ ഇറാന്റെ ഭീഷണി വകവയ്ക്കാതെ മുന്നോട്ട് പോയാൽ അമേരിക്കയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അമേരിക്കയുടെ യുദ്ധക്കപ്പലൊക്കെ ഈ എബ്രഹാം ലിങ്കൺ അടക്കം ഇറാന്റെ സമുദ്ര പരിസരത്തേക്ക് അടുപ്പിക്കുന്നു എന്ന വാർത്ത വളരെ ഭീതിയോടുകൂടിയാണ് ലോകം കേട്ടത്. എന്നാൽ ഇറാൻ ഏതെങ്കിലും വിധത്തിൽ തങ്ങളെ ആക്രമിച്ചാൽ കയ്യും കെട്ടിയിരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് വ്യക്തമാക്കിയതോടുകൂടിയാണ് ഒരു യുദ്ധം ആസന്നമാണ് എന്ന് തന്നെയാണ് ലോകം കരുതുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിനിടെ യൂറോപ്യൻ യൂണിയന്റെ ഇടപെടലുകൾ. അപ്പോൾ യൂറോപ്യൻ യൂണിയൻ ഇറാന്റെ സേനയായിട്ടുള്ള റവല്യൂഷണറി ഗാർഡിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇവരെ കൊണ്ടെത്തിച്ചിരിക്കുന്നു. സത്യത്തിൽ ഇറാനെതിരെ നടത്താൻ പോകുന്ന ഈ യുദ്ധം ഒരു അനവസരത്തിലുള്ളതാണ്, അനാവശ്യമാണ് എന്നുള്ളത് ട്രംപ് തിരിച്ചറിയുന്നില്ല. ഈ ഇറാന്റെ അമേരിക്കയുടെയൊക്കെ സംഘർഷത്തിന്റെ വേരുകൾ തപ്പിപ്പോയാൽ അതിന്റെ ചരിത്രപരമായിട്ടുള്ള ഒരു പശ്ചാത്തലമുണ്ട് എന്നുള്ളതാണ്. 1953 CIA ഇടപെടലിലേക്ക് ചെന്നെത്തുന്നതാണ് ഈ ഇറാൻ അമേരിക്ക സംഘർഷത്തിന്റെ വേരുകൾ എന്ന് പറയുന്നത്. അന്ന് അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് ഇറാനിലെ പ്രധാനമന്ത്രിയായിട്ടുള്ള മുഹമ്മദ് മൊസദക്കിനെ അട്ടിമറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ 1979 ഇസ്ലാമിക വിപ്ലവത്തിൽ അമേരിക്കൻ എംബസി പിടിച്ചെടുത്തതോടുകൂടിയാണ് ഈ ബന്ധങ്ങളൊക്കെ കൂടുതൽ വഷളായി മാറിയത് എന്നുള്ളത്. അതിനുശേഷം 1980 ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ അമേരിക്ക ഇറാഖിനെയും സദ്ദാമിനെയുമാണ് പിന്തുണച്ചത്. അതും ഇറാനും അമേരിക്കയും തമ്മിലുള്ള വൈരത്തിന്റെ ചരിത്രപരമായിട്ടുള്ള കാരണങ്ങളിൽ ഒരു കാര്യമാണ് ഇത് എന്നുള്ളതാണ്. അപ്പൊ പിന്നീട് നിരവധി തവണ ഇവർ തമ്മിൽ അന്താരാഷ്ട്ര വേദികളിലൊക്കെ പരസ്പരം പോരടിക്കുകയും ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അമേരിക്കയും ഇറാനും ഒക്കെ. പക്ഷെ പിന്നീട് ഇറാന്റെ ആണവ പദ്ധതികളുടെ പേരിൽ നിരന്തരം ആ രാജ്യത്തിനെതിരെ ഉപരോധങ്ങൾ കടുപ്പിച്ചുകൊണ്ടേയിരുന്നു അമേരിക്ക. അതിനുശേഷം പിന്നീട് 2020 ജനറൽ ഖാസിം സുലൈമാനിയുടെ വധമാണ് ഈ സംഘർഷത്തെ കൂടുതലായിട്ട് രൂക്ഷമാക്കിയത് എന്നതാണ്. അതിനുശേഷം കഴിഞ്ഞ വർഷം 2025 ജൂണിൽ അമേരിക്ക ഇറാനിലെ 3 ആണവ കേന്ദ്രങ്ങൾക്കെതിരെ ആക്രമണം നടത്തി. ഇതും ഇപ്പോഴത്തെ ഈ പിരിമുറുക്കത്തിന്റെ പശ്ചാത്തലമാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എന്നാൽ ഈ ആക്രമണത്തിന് ശേഷം ഇറാൻ തങ്ങളുടെ ആണവ പരിപാടി പുനരാരംഭിക്കുകയും ഈ ബാലിസ്റ്റിക് മിസൈലുകളൊക്കെ വികസിപ്പിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവരെ കൊണ്ടെത്തിച്ചത് അമേരിക്കയാണ്. 2025 അവസാനത്തോടെ ഇറാനിൽ സാമ്പത്തിക പ്രതിസന്ധി, അഴിമതി, മനുഷ്യാവകാശ ലംഘനങ്ങൾ ഇവയ്ക്കൊക്കെ എതിരെ വ്യാപക പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. എന്നാൽ ഇറാൻ സർക്കാർ ഈ പ്രതിഷേധങ്ങളെ ക്രൂരമായിട്ട് അടിച്ചമർത്തി. അമേരിക്ക എന്ത് ചെയ്തു? അമേരിക്ക ഈ ഇറാൻ സർക്കാരിന്റെ നടപടിയെ ശക്തമായിട്ട് അപലപിച്ചു എന്ന് മാത്രമല്ല, ഇറാനിലെ പ്രക്ഷോഭകാരികൾക്ക് എല്ലാ തരത്തിലുള്ള സഹായവും വാഗ്ദാനവും ചെയ്തുകൊണ്ട്, അപ്പോൾ ആവശ്യമെങ്കിൽ സൈനിക സഹായം കൂടി നൽകുമെന്നുള്ള സൂചന കൂടി ട്രംപ് നൽകി. അപ്പോൾ ട്രംപ് ഇറാനെ ഭീകരരാഷ്ട്രം എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സിനെ ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2026 ജനുവരി 30 അമേരിക്ക ഇറാന് സമീപമുള്ള USS എബ്രഹാം ലിങ്കൺ വിമാനവാഹിനി കപ്പലിന്റെ നേതൃത്വത്തിലുള്ള ഒരു ആക്രമണകാരിയായിട്ടുള്ള സേനയെ വിന്യസിച്ചിരിക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞ ദിവസം. അപ്പോൾ ട്രംപ് ഇറാനോട് ആണവ കരാർ ചർച്ചകൾക്ക് തയ്യാറാക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അല്ലെങ്കിൽ കഴിഞ്ഞതിനേക്കാൾ വളരെ മോശമായിട്ടുള്ള ആക്രമണം നേരിടേണ്ടി വരുമെന്നുള്ള മുന്നറിയിപ്പും അമേരിക്ക നൽകുന്നു, അല്ലെങ്കിൽ ട്രംപ് നൽകി എന്നുള്ളതാണ്. അപ്പൊ പിന്നാലെ US ഡിഫൻസ് സെക്രട്ടറി ആയിട്ടുള്ള പീറ്റ് ഹെഗ്സെത്ത് പറഞ്ഞത്, സൈന്യം തയ്യാറാണ് യുദ്ധത്തിന്, എപ്പോൾ വേണമെങ്കിലും ഒരു ആക്രമണം ഉണ്ടാകാം.
അപ്പൊ ട്രംപ് ഇറാൻ നേതാക്കളെയും സുരക്ഷാ സേന അടക്കമുള്ളവരെയും ഒക്കെ പ്രകോപിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചു. അപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അമേരിക്ക ഉദ്ദേശിക്കുന്നത്, ട്രംപ് ഉദ്ദേശിക്കുന്നത് ഇറാൻ നേതാക്കളെയും സുരക്ഷാ സേനയെയും ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ അതാണ് നടത്തേണ്ടത് എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. മറുവശത്താണെങ്കിലോ ഇറാൻ യുദ്ധസന്നദ്ധത പ്രഖ്യാപിക്കുന്നു. 1000 സ്ട്രാറ്റജിക് ഡ്രോണുകൾ അടക്കം വിന്യസിച്ചു കഴിഞ്ഞിരിക്കുന്നു. തങ്ങൾക്ക് നേരെ എന്ത് നീക്കമുണ്ടായാലും US ബേസുകളെയും വിമാനവാഹിനി കപ്പലുകളെയും ചുട്ടരിക്കുക എന്ന് തന്നെയാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള ഭീഷണിപ്പെടുത്തലുകളിലേക്ക് ചെല്ലുന്നു. ഇത് മാത്രമല്ല, ഇറാൻ ഡ്രോണുകൾ US കപ്പലുകളെ ചുറ്റി പറക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയ ബോംബ് പൊട്ടിയാൽ അടുത്ത നിമിഷം തകർന്നു പോകുന്നത് അമേരിക്കയായിരിക്കും, അല്ലെങ്കിൽ അമേരിക്കയെ ചുട്ടരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇറാൻ എത്തുമെന്നുള്ളതാണ്. മാത്രമല്ല, ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ആയത്തുള്ള അലി ഖമേനിയെ തടവിലാക്കാൻ നടക്കുന്നു. പക്ഷേ നടക്കാൻ പോകുന്നത് ഇറാനികൾ ഈ ഡൊണാൾഡ് ട്രംപിനെ പോലൊരു നേതാവിനെ വെടിവെച്ചു കൊല്ലുകയല്ലാതെ മറ്റൊന്നും ചെയ്യാൻ പോകുന്നില്ല. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോഴത്തെ ശ്രമങ്ങൾ എന്ന് പറയപ്പെടുന്നത്. ഇവിടെ ഈ ഇത്തരത്തിലൊരു സംഘർഷം ഉണ്ടാകരുത്, അല്ലെങ്കിൽ ഒരു യുദ്ധം ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്ന നിരവധി പേരുണ്ട്. അപ്പോൾ സംഘർഷം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ശ്രമങ്ങൾ തീവ്രമായിട്ട് തന്നെ ഇതിനിടയിൽ നടക്കുകയാണ്. തുർക്കിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ തുർക്കി ഇത്തരത്തിലൊരു ഡിപ്ലോമാറ്റിക് ശ്രമം നടത്തുന്നുണ്ട്. മാത്രമല്ല, ഇറാന്റെ ഭീഷണികൾക്ക് കീഴിൽ ചർച്ചകൾ നടത്തില്ല എന്ന് ആത്മീയ നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമേനി വ്യക്തമാക്കുന്ന ഒരു സാഹചര്യത്തിൽ എല്ലാം ന്യായമായിട്ടുള്ള ആണവ കരാറിന് തയ്യാറാകണമെന്ന് കൂടി തുർക്കി ആവശ്യപ്പെടുമ്പോൾ അത്തരത്തിലുള്ള ഒരു പിന്മാറ്റത്തിലേക്ക് ഇറാൻ വരുന്നില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇപ്പൊ സൗദി ആണെങ്കിലും UAE ആണെങ്കിലും ഒക്കെ തങ്ങളുടെ ആകാശ മേഖല ഒരിക്കലും US ആക്രമണത്തിന് ഉപയോഗിക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ള പ്രഖ്യാപനം നടത്തിക്കഴിഞ്ഞു. അത് അമേരിക്കക്കെതിരെയുള്ള പ്രഖ്യാപനമാണ്. അപ്പൊ മേഖലയിലെ രാഷ്ട്രങ്ങളിലെല്ലാം ചൈനയും റഷ്യയും സംയോജനം ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തപ്പെടുന്നുണ്ട് എങ്കിൽ അതിനർത്ഥം അമേരിക്ക സത്യത്തിൽ ഒറ്റപ്പെടുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അറബ് രാഷ്ട്രങ്ങളായിട്ടുള്ള സൗദി അറേബ്യ ആണെങ്കിലും UAE ആണെങ്കിലും ഖത്തർ ആണെങ്കിലും തുർക്കി ആണെങ്കിലും ഒക്കെ ഏത് വിധേനയും യുദ്ധം ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുകയാണ്. മാത്രമല്ല, ഇപ്പോൾ ആകാശമേഖല യുദ്ധത്തിന് കൊടുക്കുവാൻ തയ്യാറല്ല എന്ന് പറയപ്പെടുന്ന അറേബ്യൻ രാഷ്ട്രങ്ങൾ അടക്കം, ഗൾഫ് കൺട്രീസ് അടക്കം അത്തരത്തിൽ പ്രയോഗിക്കുമ്പോൾ, അത്തരത്തിൽ അവരുടെ അവകാശം അല്ലെങ്കിൽ ആ പ്രഖ്യാപനം മുന്നോട്ട് വെക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകേണ്ട സാഹചര്യമാണ് അമേരിക്കയ്ക്കുള്ളത്. അവിടെയാണ് അമേരിക്ക ഇവരെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടക്കുന്ന ആക്രമണത്തിൽ അവർ ഒറ്റപ്പെട്ടു പോകുന്നത്. മാത്രമല്ല, ഈ മേഖലയിലെ രാഷ്ട്രങ്ങളിലെല്ലാം ചൈനയും റഷ്യയും പറയുന്നത് സംയോജനം പാലിക്കാൻ അവർ സംയുക്തമായിട്ട് നിൽക്കുകയാണ്. ചൈനയാണെങ്കിലും റഷ്യ ആണെങ്കിലും ഈ ചൈന റഷ്യ സംയുക്ത സേനയെ നിയന്ത്രിക്കുവാനോ അവരെ ആക്രമിക്കുവാനുള്ള കരുത്ത് അമേരിക്കയ്ക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് വലിയ ആഘാതങ്ങൾ ഉണ്ടാകും, പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും, വളരെ വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. ഇപ്പൊ ഈ പിരിമുറുക്കം എന്ന് പറയപ്പെടുന്ന നിലവിൽ എന്താ സംഭവിക്കുന്നത്? എണ്ണവിലകൾ ഉയർത്തുകയും ആഗോള സമ്പദ് വ്യവസ്ഥയെ ദോഷകരമായിട്ട് ബാധിക്കുകയും ചെയ്തു കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പൊ നമുക്കറിയാനുള്ള സ്വർണ്ണവില കുതിച്ചുയരുകയാണ്. അപ്പോൾ ഇതിന്റെയൊക്കെ ഒരു പ്രതിഫലനമാണ് ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഇപ്പൊ നിലവിൽ മിഡിൽ ഈസ്റ്റിലെ സമാധാനം എന്ന് പറയപ്പെടുന്നത് അപകടകരമായിട്ടുള്ള അവസ്ഥയിലാണ്. ഇസ്രായേൽ ഇറാൻ സംഘർഷം പൊട്ടിപ്പുറപ്പെടും. കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ചില്ലേ, അമേരിക്ക തൊടുക്കുന്ന ഒന്നാമത്തെ ബോംബ് ഇറാനിൽ പതിക്കുന്ന അടുത്ത നിമിഷം ഇസ്രായേൽ കത്തിച്ചാമ്പലാകും. അതുപോലെ US ബേസുകൾ, ആ US ബേസുകളിലേക്ക് ഇറാൻ മിസൈലുകളുടെ വർഷം തന്നെ നടത്തും. അങ്ങനെ ഇറാനിലെ പ്രതിഷേധക്കാർ എപ്പോഴും ട്രംപിനോട് സഹായം ആവശ്യപ്പെടുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ യുദ്ധം ആരംഭിച്ചാൽ അത് വ്യാപകമായിട്ടുള്ള മനുഷ്യനാശത്തിനും സാമ്പത്തിക നാശത്തിനും കാരണമാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ ഇറാൻ ചെയ്യുന്ന എന്താണ്? തങ്ങളുടെ പ്രോക്സി ഗ്രൂപ്പുകളായിട്ടുള്ള ഹിസ്ബുള്ള, ഹൂതികൾ എന്നിവയിലൂടെ തിരിച്ച് അടിക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. ഇതിപ്പോ യമൻ ആണെങ്കിലും ലെബനൻ എന്നിവിടങ്ങളിലെ സംഘർഷങ്ങളെ വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. അതോടുകൂടി എന്ത് സംഭവിക്കും? ആണവ പ്രസരണം തടയാൻ ഉദ്ദേശിച്ച ഈ നീക്കങ്ങൾ ഇറാനെ കൂടുതൽ ആണവായുധങ്ങൾ വികസിപ്പിക്കുവാൻ പ്രേരിപ്പിക്കുന്നതിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന ഈ നിമിഷവും ഇറാൻ അമേരിക്ക സംഘർഷം യുദ്ധത്തിന്റെ വക്കിലാണ്. എന്നാൽ ഡിപ്ലോമസി ഇപ്പോഴും സാധ്യമാണ്. ഈ ട്രംപിന്റെ പീസ് ത്രൂ സ്ട്രെങ്സ് നയം അത് ഇറാനെ ചർച്ചകൾക്ക് നിർബന്ധിപ്പിക്കുമോ എന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ട്. അതോ അത് യുദ്ധത്തിലേക്ക് നയിക്കുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ട കാഴ്ചയാണ്. എന്തായാലും ആഗോള സമൂഹം സംയോജനം ആവശ്യപ്പെടുന്നു, ആരും യുദ്ധം ചെയ്യരുത് എന്ന്. കാരണം ഈ സംഘർഷം ലോകമെമ്പാടും പ്രതിഫലിക്കുന്നതാണ്. ഇറാനിലെ ജനങ്ങൾ അവിടുത്തെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ അന്താരാഷ്ട്ര ഇടപെടൽ അപകടകരമാണ് എന്ന് പറയുന്നവരാണ്. അതോടൊപ്പം തന്നെ വെനിസ്വേലയിൽ എണ്ണയിൽ നിയന്ത്രണം സ്ഥാപിച്ച അമേരിക്കയ്ക്ക് ഇറാനെ വീഴ്ത്തിയാൽ ആഗോള എണ്ണ വിപണിയെ നിയന്ത്രിക്കാമെന്നുള്ള ആഗ്രഹവും ഈ നീക്കങ്ങൾക്ക് പിന്നിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സ്വയം ബലിയണ്ടനായി ചമയാൻ മുന്നോട്ട് തയ്യാറെടുക്കുന്ന ട്രംപിനെയും അമേരിക്കയെയും ഒരു കൂട്ടം രാജ്യങ്ങൾ ഒന്നിച്ചു നിന്നുകൊണ്ട് ആക്രമിക്കുന്ന തരത്തിലേക്ക് എത്തപ്പെടും, അല്ലെങ്കിൽ അമേരിക്ക ഒറ്റപ്പെടും. അമേരിക്കയും ട്രംപിനെയും വളഞ്ഞിട്ട് ആക്രമിക്കുവാനുള്ള ശ്രമങ്ങൾ ലോകരാഷ്ട്രങ്ങൾ നടത്തുകയും ചെയ്യും. ഇപ്പൊ 2025 ലോക സമാധാനത്തിനായിട്ട് നടന്ന ട്രംപും അമേരിക്കയും ഒക്കെ ഇപ്പോൾ 2 മാസത്തിനിടയിൽ
ലോക സമാധാനത്തെ മുഴുവൻ നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിപ്പോ നമുക്കറിയാവുന്നതൊക്കെ ഏതൊക്കെയാണ്. ഗ്രീൻലാൻഡ് ആയാലും വെനിസുല ആയാലും ഇപ്പോൾ ഇറാനിലായാലും അമേരിക്കയുടെ ആക്രമണങ്ങളെ ഭയന്ന് ജീവിക്കേണ്ടി വരുന്ന ഗതികേടിലേക്ക് പോവുകയല്ലേ. ഇറാനികൾ കീഴടങ്ങിയില്ലെങ്കിൽ ഇവർ എന്ത് ചെയ്യുമെന്നുള്ളതാണ് ചോദ്യം. മഡൂറയെ പൊക്കിയതുപോലെ ഖമേനിയെ കിട്ടില്ല ട്രംപ് എന്ന് മനസ്സിലാക്കേണ്ടതല്ലേ. കാരണം ഇറാനികൾ ഏത് തരത്തിലാണ് പ്രതികരിക്കുന്നതെന്നോ ഇറാനികൾ ഇപ്പോൾ ഏത് തരത്തിലായിരിക്കും തിരിച്ചടിക്കുന്നതെന്ന് മനസ്സിലാക്കുവാനുള്ള കെൽപ്പോ കഴിവോ ഡൊണാൾഡ് ട്രംപിന് ഇല്ലാതായി പോകുന്നു. ഡൊണാൾഡ് ട്രംപ് ഈ വെനിസ്വേലയിലെ നിക്കോളസ് മഡൂറയെ വളരെ പെട്ടെന്ന് തടവിലാക്കാൻ കഴിഞ്ഞതുപോലെ ആയത്തുള്ള ഖമേനിയെ പൊക്കിയെടുത്തു കൊണ്ടുപോയി അകത്താക്കാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല ട്രംപേ, അത് നടക്കില്ല. കാരണം ഇറാനികൾ നിങ്ങളുടെ തല വെട്ടിയെടുക്കും. ഇറാൻ വിന്യസിച്ചിരിക്കുന്ന 1000 സ്ട്രാറ്റജിക് ഡ്രോണുകളാണ്. അവർക്കെതിരെ നിങ്ങളൊരു ചെറു വിരൽ അനക്കിയാൽ നിങ്ങളുടെ US ബേസുകളെയും വിമാനവാഹിനി കപ്പലുകളെയും അടക്കം മുച്ചൂട് തകർക്കുവാനുള്ള ശക്തിയും കപ്പാസിറ്റിയും ഇറാനുണ്ട്. അവർ നിങ്ങളെ ചുട്ടരിക്കുക തന്നെ ചെയ്യും. ഇറാന്റെ ആ ഒരു ശേഷിയിൽ ഭയന്നിരിക്കുകയാണ് സത്യത്തിൽ അമേരിക്ക. ട്രംപ് ഇറാൻ അമേരിക്കയെ ചുട്ടരിക്കുന്ന കാഴ്ച അതിവിദൂരമല്ല എന്ന് പറയപ്പെടുന്നത്. അവരുടെ ഇടയിലേക്ക് ഏതെങ്കിലും തരത്തിൽ വീണ്ടും ഇത്തരത്തിലുള്ള കുൽസിത പ്രവൃത്തികളുമായിട്ട് ഡൊണാൾഡ് ട്രംപ് എത്തിയാൽ ആ ട്രംപിനെ കൊല്ലാനും മടിക്കില്ല ഈ ഇറാൻ സൈന്യം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കേട്ടോ.